മഴ, മേഘങ്ങൾ. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് എങ്ങനെ? നെഫോളജി. മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ച ബ്രിട്ടീഷ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാര്? ലൂക്ക് ഹൊവാർഡ്. ജലകണികകൾ, ചെറിയ മഞ്ഞുകഷ്ണങ്ങൾ എന്നിവയുടെ ശേഖരം എന്താണ്? മേഘം. മേഘങ്ങൾ ബഹുഭൂരിപക്ഷമുള്ളത് അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ്? ട്രോപ്പോസ്ഫിയർ. ഏതു സമയത്തും ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ എത്ര ശതമാനം വരെ മേഘാവൃതമായിരിക്കും? 50%. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മേഘാവരണമുള്ളത് ഏത് മാസമാണ്? ജൂലൈ. കേരളത്തിൽ ഏറ്റവും കുറച്ച് വെയിൽ ലഭിക്കുന്ന മാസമേത്? ജൂലൈ. കേരളത്തിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന മാസമേത്? ജൂലൈ. ഭൗമോപരിതലത്തിൽ നിന്നും 2000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? നിമ്നമേഘങ്ങൾ. നിമ്നമേഘങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? സ്ട്രാറ്റസ്, നിംബോസ്ട്രാറ്റസ്, സ്ട്രാറ്റോകുമുലസ്. ഒരു പാളി പോലെ കാണപ്പെടുന്നത് ഏതിനം മേഘങ്ങളാണ്? സ്ട്രാറ്റസ് മേഘങ്ങൾ. ഒരു കൂമ്പാരം പോലെ കാണപ്പെടുന്ന മേഘങ്ങളേവ? കുമുലസ്. തൂവൽ, നാര് എന്നിവയുടെ ആകൃതിയുള്ള മേഘങ്ങളേവ? സിറസ് മേഘങ്ങൾ. മേഘങ്ങളുടെ പേരിന്റെ ആദ്യ ഭാഗം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉയരത്തെ. മേഘങ്ങളുടെ പേരിന്റെ രണ്ടാമത്തെ ഭാഗം എന്തിനെ സൂചിപ്പിക്കുന്നു? ആകൃതിയെ. ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നുള്ള ഏറ്റവും പ്രധാന മേഘവിഭാഗം ഏത്? സ്ട്രാറ്റസ് മേഘങ്ങൾ. മൂടൽ മഞ്ഞായി മാറുന്നത് ഏതിനം മേഘങ്ങൾ? സ്ട്രാറ്റസ് മേഘങ്ങൾ. ചെറിയ മഴയ്ക്ക് കാരണമാവാറുള്ള മേഘങ്ങൾ? സ്ട്രാറ്റസ് മേഘങ്ങൾ. പേരിനൊപ്പം നിംബസ്, നിംബോ എന്നീ വാക്കുകൾ വരുന്നവ ഏതിനം മേഘങ്ങളാണ്? മഴമേഘങ്ങൾ. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതിനം മേഘങ്ങളാണ്? നിംബോസ്ട്രാറ്റസ്. ചെമ്മരിയാടിന്റെ രോമക്കെട്ട് പോലെ കാണപ്പെടുന്ന മേഘങ്ങളേവ? കുമുലസ് മേഘങ്ങൾ. ഭൗമോപരിതലത്തിൽ നിന്നും 2000 മുതൽ 5000 വരെ മീറ്റർ ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? മധ്യമ മേഘങ്ങൾ. മധ്യമ മേഘങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? അൾട്ടോസ്ട്രാറ്റസ്, അൾട്ടോകുമുലസ്. നേർത്ത പാട പോലെ ആകാശത്തെ മൂടി കാണപ്പെടുന്ന മേഘങ്ങളേവ? അൾട്ടോസ്ട്രാറ്റസ്. കൊടുങ്കാറ്റിന്റെ സൂചനയാവാറുള്ള മേഘങ്ങൾ? അൾട്ടോകുമുലസ്. ഭൗമോപരിതലത്തിൽ നിന്നും 5 കിലോമീറ്ററിനും ഉയരെയുള്ള മേഘങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? ഉന്നത മേഘങ്ങൾ. ഉന്നത മേഘങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? സിറസ്, സിറോകുമുലസ്, സിറോസ്ട്രാറ്റസ്. കൈച്ചൂലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘങ്ങളേവ? സിറസ് മേഘങ്ങൾ. മീൻ ചെതുമ്പലിന്റെ ആകൃതിയുള്ള മേഘങ്ങൾ? സീറോകുമുലസ്. സൂര്യൻ, ചന്ദ്രൻ എന്നിവയുടെ ചുറ്റും വലയങ്ങൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളേവ? സിറോസ്ട്രാറ്റസ് മേഘങ്ങൾ. വലിയ കൂമ്പാരങ്ങളായി കാണപ്പെടുന്ന ലംബമേഘങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? പൈറോകുമുലസ്, കുമുലോ നിംബസ്. ഇടിയോട് കൂടിയ കനത്ത മഴയ്ക്ക് കാരണമാവുന്ന മേഘങ്ങളേവ? കുമുലോ നിംബസ് മേഘങ്ങൾ. ഇടിമേഘങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന മേഘങ്ങളേവ? കുമുലോ നിംബസ്. ഭൗമോപരിതലത്തിൽ നിന്നും ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളായി അറിയപ്പെടുന്നതേവ? നോക്ടിലൂസന്റ് മേഘങ്ങൾ. ഏത് അന്തരീക്ഷ പാളിയിലാണ് നോക്ടിലൂസന്റ് മേഘങ്ങൾ കാണപ്പെടുന്നത്? മീസോസ്ഫിയർ. പൊതുവെ ധ്രുവപ്രദേശങ്ങളിൽ മാത്രം ദൃശ്യമാവുന്ന മേഘങ്ങളേവ? നോക്ടിലൂസന്റ്, നാക്രിയസ് മേഘങ്ങൾ. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ പാളിയിൽ കാണപ്പെടുന്ന മേഘങ്ങളേവ? നാക്രിയസ് മേഘങ്ങൾ. ഓസോൺ പാളിയുടെ വിള്ളലുമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്ന മേഘങ്ങളേവ? നാക്രിയസ് മേഘങ്ങൾ. ജെറ്റ് വിമാനങ്ങൾ പുറത്തുവിടുന്ന നീരാവിയുടെ ഫലമായി രൂപം കൊള്ളുന്ന മേഘപടലമേത്? കോൺട്രെയിൽസ്. ഏതിനം മേഘങ്ങൾക്ക് ഉദാഹരണമാണ് കോൺട്രിയൽസ്? സിറസ് മേഘങ്ങൾ.
മഴത്തുള്ളിയുടെ ശരാശരി വ്യാസം എത്രയാണ്? 0.5 മുതൽ 6.35 മില്ലിമീറ്റർ വരെ. മഴത്തുള്ളികൾക്ക് ഗോളാകൃതിയാകാൻ കാരണമെന്ത്? പ്രതലബലം. ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും മഴ ലഭിക്കുന്ന ഭൂമിയിലെ പ്രദേശമേത്? ഭൂമധ്യരേഖാ പ്രദേശങ്ങൾ. ഭൂമിയിലേക്ക് വീഴുന്ന മഴത്തുള്ളിയുടെ ശരാശരി വേഗം എത്ര? 8 മുതൽ 10 കിലോമീറ്റർ വരെ. ലോകത്തിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന രാജ്യമായി അറിയപ്പെടുന്നത് ഏത്? ആഫ്രിക്കയിലെ ഗിനിയ. ഇന്ത്യയിലെ 2 പ്രധാന മഴക്കാലങ്ങൾ ഏവ? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, വടക്കു കിഴക്കൻ മൺസൂൺ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന കാലയളവ് ഏത്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്നത് ഏത് മഴക്കാലത്താണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. മൺസൂണിന്റെ വിടവാങ്ങൽ എന്നും അറിയപ്പെടുന്ന മഴക്കാലം ഏത്? വടക്കു കിഴക്കൻ മൺസൂൺ. വടക്കു കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്ന കാലയളവ് ഏത്? ഒക്ടോബർ മുതൽ നവംബർ വരെ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? കാലവർഷം അഥവാ ഇടവപ്പാതി. വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെ? തുലാവർഷം. വർഷത്തിൽ ശരാശരി എത്ര ദിവസം വരെ കേരളത്തിൽ മഴ ലഭിക്കുന്നു? 120 മുതൽ 140 ദിവസം വരെ. കേരളത്തിൽ വേനൽ മഴ കൂടുതലായി ലഭിക്കുന്ന മാസമേത്? ഏപ്രിൽ. ആദ്യ മഴ പെയ്യുമ്പോൾ മണ്ണിലുണ്ടാവുന്ന പ്രത്യേക ഗന്ധത്തിനു കാരണം ഏതിനം ബാക്ടീരിയയാണ്? സ്ട്രെപ്റ്റോമൈസെറ്റ്സ്. 250 മില്ലിമീറ്ററിനും താഴെ പെയ്യുന്ന മഴ എങ്ങനെ അറിയപ്പെടുന്നു? വളരെ നേരിയ മഴ. കനത്ത മഴയെന്ന് വിളിക്കുന്നത് എത്ര മില്ലിമീറ്റർ വരെ പെയ്യുന്ന മഴയെയാണ്? 1500 മുതൽ 2000 മില്ലിമീറ്റർ വരെ. കൃത്രിമമായി മഴ പെയ്യിക്കുന്ന സംവിധാനം എങ്ങനെ അറിയപ്പെടുന്നു? ക്ലൗഡ് സീഡിംഗ്. കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന രാസവസ്തുക്കൾ ഏതെല്ലാം? സിൽവർ അയോഡൈഡ്, ഡ്രൈ ഐസ്. ക്ലൗഡ് സീഡിംഗ് ആദ്യമായി വിജയകരമായി പരീക്ഷിച്ചത് എവിടെ? അമേരിക്കയിൽ. മഴ അളക്കാനുള്ള ഉപകരണം ഏത്? റെയിൻ ഗേജ്. ഇന്ത്യയിൽ മഴയുടെ അളവെടുക്കുന്നത് എല്ലാ ദിവസവും ഏത് സമയത്താണ്? രാവിലെ 8:30. ലോകത്തിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങളേവ? മൗസിൻ ഡാം, ചിറാപുഞ്ചി. മൗസിൻ ഡാം, ചിറാപുഞ്ചി എന്നിവ ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ചിറാപുഞ്ചി, മൗസിൻ ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിര ഏത്? ഖാസി കുന്നുകൾ. ഒരു കാലത്ത് കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമേത്? വയനാട്ടിലെ ലക്കിടി. കേരളത്തിൽ ഒരു വർഷം ശരാശരി എത്ര മില്ലിമീറ്റർ മഴ ലഭിക്കുന്നു? 3100 മില്ലിമീറ്റർ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസമേത്? ജനുവരി. കൂടുതൽ ചോദ്യങ്ങൾക്കും മോക്ക് ടെസ്റ്റിനും സന്ദർശിക്കുക www.keralapscgk.com.